എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈദിൻ്റെ കുറച്ച് വിശേഷങ്ങളും തലേ ദിവസത്തെ കുറച്ച് ഒരുക്കങ്ങളൊക്കെയാണ്. അപ്പോൾ തലേ ദിവസം തന്നെ വീടൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കിയിടുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകളിലൊക്കെ കുറച്ച് പൊടികളുണ്ടാവും, അതൊക്കെ ഒന്ന് നല്ലോണം തുടച്ച് കൊടുക്കുകയാണ്. ആ സമയത്ത് പൊട്ടിപ്പോയ വൃത്തിയില്ലാത്ത ഇലകളൊക്കെ കഴിയുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇതിൽ നിൽക്കുന്നത് ജസ്റ്റ് ഞാൻ ഒന്ന് തുണി വെച്ച് നനച്ചതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുക ചെയ്യുന്ന കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലായിടത്തും ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇനി പോട്ടിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള ട്രേ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ട് അതൊന്ന് അവിടെ സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് മൺഡേ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അതിൻ്റെ ഒരുപാട് തിരക്കുകളുണ്ട്. അപ്പോൾ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടിയിലുള്ള പ്ലാൻസും ഒക്കെ ഒന്ന് സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചതാണ്. ഇതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചാൽ രാവിലെ പെട്ടെന്ന് പള്ളിയിൽ പോകാനും വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ തലേന്ന് തന്നെ ചെയ്തു വെച്ചതാണ്. അപ്പോൾ ഡ്രസ്സ് നാട്ടിലും കൂടിയും പോകുന്നതായതുകൊണ്ട് ഒരുപാട് മടക്കാനും എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനി ഈദിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് തേച്ച് വെച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അങ്ങനെ എല്ലായിടത്തും ഒന്ന് ക്ലീനാക്കി എടുത്തു. നാട്ടിൽ പോകുന്നതുകൊണ്ട് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി ഇതിൻ്റെ അന്ന് രാവിലെ പള്ളിയിൽ പോവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മതി. ഇത് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയുള്ള പള്ളിയാട്ടോ. ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ കാണിക്കാറുണ്ട്. സ്ത്രീകളൊക്കെ പോകുന്ന പള്ളിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാണ്. പള്ളിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ട്. സ്ത്രീകളും കുട്ടികളും കുഞ്ഞുവാകളൊക്കെ വരും ഇന്നത്തെ ഒരു ദിവസം. അപ്പം അതുപോലെ തന്നെ ഇവിടെ മിക്കവാറും ഫാമിലികളൊക്കെ കുറച്ച് സ്വീറ്റ്സൊക്കെ കൊണ്ടുവരിക വരിക കേട്ടോ. അങ്ങോട്ടൊക്കെ എല്ലാവർക്കും കൊടുക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് എത്തിയതാണ്. വീട്ടിലെത്തി വീണ്ടും നമ്മൾ ചായക്കുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വേഗം ചായക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ച് അതിലേക്ക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. തലേ ദിവസം തന്നെ വേവിച്ച് വെച്ചതായിരുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴന്ന് വന്നതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം തക്കാളിയും 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ബീഫിൽ മുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് മറ്റ് പൊടികളൊക്കെ ചേർത്ത് കുക്കാക്കി വെച്ചതാണ്. അപ്പോൾ അതേസമയം എൻ്റെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല, വലിയ ജീരകം. മല്ലിപ്പൊടി ഞാനിവിടെ ബീഫ് മസാലയുടെ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കാറ് കേട്ടോ. വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കി തരുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അത് ഇടുമ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ കുരുമുളകിൻ്റെ പൊടി അതൊക്കെ ഒന്ന് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഈ ബീഫ് ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം നന്നായിട്ട് വഴറ്റി എടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ട് നമ്മളിങ്ങനെ വരട്ടി ഒന്ന് ഫ്രൈ ആവുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ബീഫിൽ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ എൻ്റെ അടിപൊളിയായിട്ടുള്ള വെള്ളപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ അരി അരച്ചാൻ ഉണ്ടാക്കുന്നതാണ്. വെള്ളപ്പത്തിൽ നെയ്യിട്ട് കൊടുക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ എൻ്റെ സ്റ്റൂ ഒക്കെ എടുത്തു. അപ്പോൾ നമ്മൾ 7:30 ആകുമ്പോഴത്തേന് നമ്മളുടെ ചായക്കുടിയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പള്ളി വിട്ട് ഇവിടെ വേഗം ഇതിൻ്റെ സമയമൊക്കെ കഴിയും. അങ്ങനെ എല്ലാം ഒന്ന് ചുട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ വോയിസ് ഇടുന്നത് ഞാൻ നാട്ടിലെത്തിയതിന് ശേഷമാണ്. ഇവിടെ നമ്മൾ ഇന്ന് പ്ലെയിൻ ക്രാഷൊക്കെ കേട്ട് ഭയങ്കര വിഷമമായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്താണ് പിന്നെ ഞാനിങ്ങനെ വോയിസൊക്കെ ഇടുന്നത്. വല്ലാത്ത സങ്കടമായിപ്പോയി. ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. തലേന്ന് കേക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു. അതിനൊന്ന് സെറ്റാവാനും റെസ്റ്റ് ചെയ്യാനും തണുക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. പക്ഷേ നല്ല അടിപൊളി ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ഇട്ടിട്ടുണ്ട്. നാട്ടിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ വീഡിയോയിൽ വോയിസൊക്കെ ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഒന്നും തിരക്ക് കാരണം കഴിഞ്ഞില്ല. ഇവിടെ വന്നപ്പോഴും നല്ല തിരക്കായിപ്പോയി. പിന്നെ ഇവിടെ നിന്ന് അവിടുത്തെ അത്ര പെട്ടെന്ന് വോയിസ് ഇടാൻ പറ്റുന്നില്ല. സൗണ്ടും മഴയുടെ സൗണ്ടും ഗസ്റ്റും അങ്ങനെയൊക്കെ ഒരുപാട് തിരക്കായിപ്പോയി. ഇപ്പോഴേ അതിനൊക്കെ ഒന്ന് സൗകര്യം കിട്ടിയത്. ഇതൊക്കെ പാക്ക് ചെയ്ത് ഇനി ഞാൻ എൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും നമ്മൾ പൊതുവേ പെരുന്നാൾക്ക് അവിടെയാണ് കൂടാറ്, ദുബായിൽ. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു രസം ഉണ്ടാവുക. പ്രത്യേകിച്ച് നമ്മൾ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സഹോദരങ്ങളുടെയും
സഹോദരിമാരുടെയും ഉമ്മാടേയും വാപ്പാടേയും ഒക്കെ കൂടെ ഒരുമിച്ചാവുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണ്. ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോൾ അതിൽ ആ ഒരു ത്രില്ലൊന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ദുബായിലെത്തി. ദുബായിലെ അടിപൊളി കാഴ്ചകളൊക്കെ കാണിക്കുകയാണ്. മെയ് മാസം കഴിഞ്ഞാണെങ്കിലും ഇവിടെയൊക്കെ പല സ്ഥലത്ത് ഇപ്പോഴും മെയ്ഫ്ലവർ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് മെയ്ഫ്ലവറിന്. അത് ആ റോഡിൻ്റെ തന്നെ ഭംഗി ഒരുപാട് കൂട്ടും. നമ്മൾ 3-4 ഫാമിലി അടുത്ത റിലേറ്റീവ്സാണ്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് ഈദ് ആഘോഷിക്കാറ്. ഈ പ്രാവശ്യം നാട്ടിൽ നിന്നും വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ ഈദിൻ്റെ ആഘോഷങ്ങളൊക്കെ. മിക്കവാറും വീട്ടിൽ തന്നെ ഇരുന്നാണ്ട് തിന്നും കുടിച്ചും ക്യാരംസ് കളിച്ചിട്ടും മറ്റുമൊക്കെ ആയിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യലാണ്. പുറത്തൊക്കെ പോവൽ കുറവാണ് കേട്ടോ. ആർക്കും അങ്ങനെ പുറത്ത് പോകാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. വീട്ടിൻ്റെ അകത്തുള്ള കളികളൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ പോവാറ്. ഇവിടെ എല്ലാം റോഡിൻ്റെ സൈഡിൽ നല്ല മെയ്ഫ്ലവറും അതുപോലെ തന്നെ ഒരു യെല്ലോ കളറിലുള്ള ഫ്ലവറും ഉണ്ട് കേട്ടോ. മെയ്ഫ്ലവറിനെ പോലെ തന്നെ. അതുകൊണ്ട് എല്ലാ ഇടങ്ങളും നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല വെട്ടിയൊക്കെ ഒതുക്കി നീറ്റ് ആൻഡ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാണ്. പക്ഷേ ഈദിൻ്റെ 2 ദിവസങ്ങളിൽ നല്ലൊരു കാലാവസ്ഥയെ തോന്നിയിട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പം നാട്ടിലാകെ ഒരു മഴയൊക്കെ ആയിട്ട് വേറൊരു അന്തരീക്ഷമാണ്. തികച്ചും വ്യത്യസ്തമായ അന്തരീക്ഷം. പക്ഷെ നാട്ടിലിപ്പോൾ അതുകൊണ്ട് വല്ലാതെ ചൂടെടുത്ത് ഇടങ്ങാറാവുന്നൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. മഴ ഉള്ളത് കൊണ്ട് വല്ലാതെ നമ്മൾ AC ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ അൽസമറിലെത്തി. അൽസമർ 3ലാണ് അവർ താമസിക്കുന്നത്.